മിയ, ഇന്ന് സ്കൂളിൽ പോയില്ലേ? പോയി. ഞാൻ സ്കൂളിൽ വിട്ട് വീട്ടിൽ പോയി ഉടുപ്പൊക്കെ മാറ്റിയിട്ടാ വരുന്നത്. ഇന്ന് എന്തൊക്കെയാ വിശേഷങ്ങൾ? ഇന്ന് ഞങ്ങളുടെ സ്കൂളിലെ പുതിയ ക്ലാസ് റൂമിലേക്ക് ഡെസ്കും ബെഞ്ചും ഒക്കെ കൊണ്ടുവന്നു. ആരതൊക്കെ കൊണ്ടുവന്നത്? വലിയ ലോറിയിൽ സ്കൂളിൽ കൊണ്ടുവന്നിറക്കുകയായിരുന്നു. എന്നിട്ട് കുറെ ചേട്ടന്മാർ അതെടുത്ത് ക്ലാസ്സിൽ കൊണ്ടുവന്ന് വെക്കായിരുന്നു. ഞങ്ങളുടെ സ്കൂളിലെ ചേട്ടന്മാരല്ല, പുറത്തുനിന്ന് വന്നവരാ. ബെഞ്ചും ഡെസ്കും ഒക്കെ പൊക്കാൻ നല്ല ശക്തി വേണ്ടേ? വേണം. ഞാനൊരു ബെഞ്ച് എടുത്ത് ഉയർത്താൻ നോക്കി. എവിടെ പറ്റാൻ? ഞങ്ങൾ കുട്ടികൾ എല്ലാവരും കൂടി നോക്കിയിട്ടും അതൊന്നും പൊക്കാൻ പറ്റില്ല. കുറച്ചുകൂടി പ്രായമായാൽ നിങ്ങൾക്കും തന്നെ അതൊക്കെ എടുത്ത് ഉയർത്താൻ പറ്റും. സ്കൂളിൽ ബെഞ്ചൊക്കെ കൊണ്ടുവന്നിടാൻ വന്ന ചേട്ടന്മാർക്ക് നല്ല ശക്തി ഉണ്ടായിരുന്നു. കൈകളിലൊക്കെ വലിയ മസിലൊക്കെ ഉണ്ടായിരുന്നു. മസിലോ? അതെന്താ? നല്ല ശക്തിയുള്ളവരുടെ കയ്യിലും കാലിലുമൊക്കെ ഉണ്ടാവുന്നതാണ് മസിൽ. ആര് പറഞ്ഞു ശക്തിയുള്ളവരുടെ കയ്യിലും കാലിലും ഒക്കെ ഉണ്ടാകുന്നതാണ് മസിലെന്ന്? എല്ലാവരുടെ ശരീരത്തിലും മസിലുണ്ട്. മസിലുകൾ ഉള്ളത് കൊണ്ടാ നമുക്ക് കൈയും കാലും ഒക്കെ ഉയർത്താനും ശരീരം ചലിപ്പിക്കാനും ഒക്കെ പറ്റുന്നത്. അപ്പോ എനിക്ക് മസിലുണ്ടോ? ഉണ്ടെന്നേ. നീ ഓടിച്ചാടി നടക്കുന്നതൊക്കെ മസിലുകളുടെ സഹായം കൊണ്ടാണ്. അപ്പോ ഞാൻ കൈ പൊക്കുന്നതും താഴ്ത്തുന്നതുമൊക്കെ മസിലുകളുടെ സഹായം കൊണ്ടാണോ? അതേനെ. എല്ലാവരുടെ ശരീരത്തിലും മസിലുകളുണ്ട്. ചിലർ നല്ല ആഹാരമൊക്കെ കഴിച്ച് മസിലുകളുടെ വലിപ്പമൊക്കെ കൂട്ടുമ്പോഴാണ് ചിത്രത്തിലൊക്കെ കാണുന്നത് പോലുള്ള വലിയ മസിലുകളാവുന്നത്. അങ്ങനെ അല്ലാത്തവരുടെ ശരീരത്തിലും ധാരാളം മസിലുകളുണ്ട്. മസിലുകൾക്ക് നല്ല ഭാരമുണ്ടാവോ? അതൊക്കെ തുള്ളി പാഠത്തിന് ശേഷം പറഞ്ഞുതരാം. ചങ്ങാതിമാരെ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അക്ഷരമാണ് ടാ. ടാ എന്നാൽ ടാ അധികം ആ. ഇനിയപ്പോ നമുക്ക് ടാ എഴുതി നോക്കാം. അതിനായി ആദ്യം ടാ എഴുതണം. ദാ ഇങ്ങനെ മുകളിൽ തുടങ്ങി പുറകിലേക്ക് വന്ന് താഴോട്ടിറങ്ങി വളച്ച് വീണ്ടും താഴേക്കിറങ്ങി നിർത്തണം. ഇനി വലതുവശത്ത് ആ ചിഹ്നം ചേർക്കണം. ഇതാണ് ടാ. ഒന്നുകൂടെ കണ്ടാലോ? ഇനി ടാ വെച്ചുള്ള വാക്കുകൾ നോക്കാം. ടാർ. റോഡൊക്കെ ടാർ ചെയ്യുന്നു എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ടാർ. മറ്റൊരു വാക്കാണ് ടാങ്ക്. വെള്ളം നിറച്ചു വെക്കുന്ന വലിയ പാത്രത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ടാങ്ക്. ഇനി ടാ ഇടയിൽ വരുന്നൊരു വാക്കിനെ പരിചയപ്പെടാം. വാടാമല്ലി. ടാ വെച്ച് കൂടുതൽ വാക്കുകൾ ചങ്ങാതിമാർ കണ്ടെത്തി തുള്ളിയിലേക്ക് അയച്ചു തരണേ. തുള്ളി. തുള്ളിപ്പാഠം കഴിഞ്ഞല്ലോ. ഇനി മസിലുകളെ കുറിച്ചുള്ള പാഠം പറഞ്ഞു തരൂ തുള്ളി. മസിലുകൾക്ക് മലയാളത്തിൽ പേശികൾ എന്നാ പറയുന്നത്. ഈ മസിലുകളാണ് നമ്മുടെ ശരീരത്തിന്റെ പകുതി ഭാരത്തിനും കാരണം. അപ്പോ മസിലുകൾക്ക് നല്ല ഭാരം ഉണ്ടാവൂല്ലേ? അതെ. നമ്മുടെ ശരീരത്തിനകത്തെ എല്ലുകൾ ചലിക്കുന്നതൊക്കെ ഈ മസിലുകൾ പറഞ്ഞത് കേട്ടിട്ടാണ്. അതെങ്ങനെയാ? മസിലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേകതരം കല ഉപയോഗിച്ചാണ്. ഈ മസിലുകൾക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ചുരുങ്ങാനും ചെറുതാവാനും ഒക്കെ പറ്റും. അങ്ങനെ ചുരുങ്ങുമ്പോൾ മസിലുകൾ ശരീരത്തിലെ എല്ലുകളെ പുറകോട്ട് വലിക്കും. അങ്ങനെയാണ് നമുക്ക് കൈയും കാലും ഒക്കെ അനക്കാൻ പറ്റുന്നത്. മസിലുകൾ എല്ലുകളുടെ അടുത്താവും ഉണ്ടാവുക അല്ലേ? എല്ലുകൾക്കരികിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഒക്കെ മസിലുകളുണ്ട്. ഈ മസിലുകളെ എല്ലുകളുമായി ചേർത്തിരിക്കുന്നത് പ്രത്യേകതരം കലകൾ കൊണ്ടാ. ടെൻഡനുകൾ എന്നാ അവയുടെ പേര്. മസിലുകൾ ചുരുങ്ങുമ്പോൾ ഈ ടെൻഡനുകളാണ് എല്ലുകളെ പുറകോട്ട് വലിക്കുന്നത്. അങ്ങനെ നമ്മൾ കൈയും കാലും ഒക്കെ അനക്കുന്നു അല്ലേ? അതെ. തുള്ളി. മരങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമെന്ന് കേട്ടാൽ ഇനി അത്ഭുതപ്പെടേണ്ട. ഈ കാര്യം കണ്ടെത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ. തുള്ളി. നമ്മുടെ ശരീരത്തിൽ എത്ര മസിലുകളുണ്ട്? മനുഷ്യ ശരീരത്തിൽ 640 മസിലുകളാണുള്ളത്. അവ 2 ജോഡിയായിട്ടാണ് എപ്പോഴും പ്രവർത്തിക്കുക.
അതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? എന്തിനു വേണ്ടിയാ? മസിലുകൾക്ക് എല്ലുകളെ വലിക്കാനല്ലാതെ തള്ളാനാവില്ല. അപ്പോൾ ഒരു വശത്തെ മസിലുകൾ എല്ലുകളെ ആ വശത്തേക്ക് വലിക്കുമ്പോൾ എതിർവശത്തെ മസിലുകൾ തിരിച്ചും വലിക്കും. അങ്ങനെ രണ്ടു വശത്തെയും മസിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോഴാണ് എല്ലുകൾ ചലിക്കുന്നത്. അതിനു വേണ്ടിയാണല്ലേ മസിലുകളെ 2 ജോഡിയായി വെച്ചിരിക്കുന്നത്? അതെ. ഇനി അപ്പൊ നമുക്ക് തുള്ളി വാർത്ത കണ്ടാലോ? മരങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമെന്ന് കേട്ടാൽ ഇനി അത്ഭുതപ്പെടേണ്ട. ഈ കാര്യം കണ്ടെത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ. നിക് സ്മിർനോഫ് എന്ന ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഗവേഷകരാണ് ഇപ്പോൾ ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. 2 മരങ്ങളെ അടുത്തടുത്ത് വെച്ചാൽ അവർ പരസ്പരം ഇഷ്ടക്കാരാണെങ്കിൽ തഴച്ചു വളരുമത്രേ. അല്ലെങ്കിൽ 2 മരങ്ങൾ നശിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ വലിയ മരങ്ങൾ തങ്ങൾക്ക് ഇഷ്ടമുള്ള കൊച്ചു ചെടികളെ നന്നായി വളർത്തുമത്രേ. അല്ലാത്തവയെ വളരാൻ സമ്മതിക്കുകയുമില്ല. ഇങ്ങനെ പരസ്പരം ഇഷ്ടക്കാരാവുന്നതും ശത്രുക്കളാവുന്നതുമൊക്കെ മരങ്ങൾ സംസാരിക്കുന്നത് കൊണ്ടാണത്രേ. പക്ഷേ ഈ സംസാരം നമ്മളെപ്പോലെ ഒച്ച ഉണ്ടാക്കിയിട്ടൊന്നുമല്ല. നമുക്ക് കാണാനാകാത്ത മറ്റൊരു രീതിയിലാണ് മരങ്ങൾ സംസാരിക്കുന്നത്. ഇതൊക്കെ തെളിയിക്കാൻ ശാസ്ത്രജ്ഞർ കുറേ മുളക് ചെടികൾ ഉപയോഗിച്ച് പരീക്ഷണവും നടത്തി. മുളക് ചെടികളെ അവയുടെ ശത്രുക്കളെന്ന് കരുതപ്പെടുന്ന ബേസിൽ ചെടികളുടെ അരികിൽ നട്ടപ്പോൾ ഒറ്റയൊന്നുപോലും വളർന്നില്ല. പിന്നെ മുളക് ചെടികളുടെ മിത്രങ്ങളായ ഫെനൽ ചെടികളുടെ അരികിൽ അവയെ നട്ടപ്പോൾ മുളക് ചെടികൾ തഴച്ചു വളർന്നു. ഇതേ പരീക്ഷണം ഈ ചെടികളെ കറുത്ത തുണി കൊണ്ട് മൂടി നടത്തിയപ്പോഴും വിജയിച്ചു. അപ്പോൾ മരങ്ങൾ തമ്മിൽ പരസ്പരം കണ്ടില്ലെങ്കിൽ കൂടി ഏതോ രീതിയിൽ ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് ഉറപ്പായിരിക്കുകയാണ്. താമസിയാതെ മരങ്ങൾ സംസാരിക്കുന്ന ഭാഷയും മനുഷ്യർ കണ്ടുപിടിച്ചു വരുമെന്നാണ് പറയുന്നത്. തുള്ളി വാർത്ത പറയാൻ പേശികളുടെ ഒന്നും സഹായം വേണ്ട അല്ലേ? അതെന്താ? തുള്ളി വാർത്ത ഒരിടത്തിരുന്ന് വെറുതെ പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ അതിനും മുഖമൊക്കെ അനങ്ങണ്ടേ? അതുകൊണ്ട് തുള്ളി വാർത്ത പറയാനും പേശികളുടെ സഹായം വേണം. ശരീരത്തിന്റെ എല്ലാവിധ ചലനങ്ങൾക്കും പേശികളുടെ സഹായം വേണം. ഇനി പേശികളുടെ ചലനത്തിനെ നിയന്ത്രിക്കുന്ന ആരാണെന്നറിയാമോ? തലച്ചോറല്ലേ? അതെ. അതെങ്ങനെ അറിയാം? തലച്ചോറല്ലേ നമ്മുടെ ശരീരത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. അപ്പൊ ഞാൻ ഊഹിച്ചതാ. ഊഹം തെറ്റിയിട്ടില്ല. ഇന്നാള് നമ്മൾ നാഡീകോശങ്ങളെ പറ്റി പറഞ്ഞില്ലേ? ആ നാഡീകോശങ്ങൾ വഴിയാണ് തലച്ചോർ മസിലുകളിലേക്ക് സന്ദേശം എത്തിക്കുന്നത്. ഇനി നമ്മുടെ ശരീരത്തിൽ 2 തരം മസിലുകളുണ്ട്. അതറിയാമോ? ഇല്ല. നിയന്ത്രിത പേശികളും അനിയന്ത്രിത പേശികളുമാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. പേശികൾ എന്ന് വെച്ചാ മസിലുകളല്ലേ? അതെ. എന്താ അവ തമ്മിലുള്ള വ്യത്യാസം? അത് തുള്ളി വരയ്ക്ക് ശേഷം പറഞ്ഞുതരാം.